ചില ദിവസങ്ങളിലുണ്ടല്ലോ എനിക്ക് വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു ത്വര അങ്ങോട്ട് കൂടും കേട്ടോ. അന്ന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണം, വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കണം എന്നൊക്കെ. അങ്ങനെ ഇന്നും ഞാൻ ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് മോള് സ്കൂളിൽ വരുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണം എന്നുള്ള ഒരൊറ്റ തീരുമാനത്തിലാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ തലേ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ ഒരു റെസിപ്പി കണ്ടിരുന്നു. അപ്പോൾ ആ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇന്ന്. അപ്പോൾ നമ്മൾ പഴതായി ഇതുപോലെ തന്നെ കട്ട് ചെയ്യണം നീളത്തിൽ കേട്ടോ. എന്നിട്ട് അതൊന്ന് നമ്മൾ നെയ്യിലൊന്ന് വാട്ടിയെടുത്ത് പിന്നെ തേങ്ങയും കുറച്ച് പഞ്ചസാരയും ഏലക്കപ്പൊടി എടുത്തിട്ട് അതും വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബാറ്ററി ഞാനൊരു കപ്പ് മൈദ എടുത്ത് പിന്നെ ഒരു കോഴിമുട്ട പിന്നെ കുറച്ച് പഞ്ചസാര ഒരു നുള്ളുപ്പ് ഇതെടുത്ത് അടിച്ചെടുത്ത് എന്നിട്ട് നമ്മൾ പാനിലേക്ക് ഇതൊന്ന് ഒഴിച്ച് അപ്പം പോലെ ആക്കിയിട്ട് അതിൻ്റെ നടുവിലല്ല സൈഡിലായിട്ട് നമ്മളെ തേങ്ങയും നമ്മൾ പഴമൊക്കെ വെച്ചിട്ട് ഇതുപോലെ മടക്കി ഇങ്ങനെ ലെയർ ആക്കിയിട്ട് ഉണ്ടാക്കട്ടോ. ഇതുണ്ടല്ലോ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ, നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അത് നന്നായി വരുമ്പോഴുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ പറഞ്ഞറിയിക്കേണ്ടത് തന്നെയാണ്. പിന്നെ അതിൻ്റെ ടേസ്റ്റും ഞാൻ പ്രതീക്ഷിച്ചതില്ല, അത്ര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എൻ്റെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ മസ്റ്റ്